നമസ്കാരം, മാന്യപ്രേക്ഷകർക്ക് ബ്രൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. 2025 ജനുവരി 6 മുതൽ നടക്കുന്ന സീറോ മലബാർ സഭയുടെ സിനഡിലെങ്കിലും സഭയുടെ ഏകീകൃത കുർബാന പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുമോ? സഭാവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന തലശ്ശേരി മെത്രാനും സീറോ മലബാർ സഭ ചാൻസലറും തലശ്ശേരി മെത്രാന്റെ ഏതാനും ചില പിണിയാളുകളുമായ വൈദികരും പരിശുദ്ധ സിംഹാസനത്തിന്റെ ഉത്തരവുകൾ ഇപ്പോൾ നടക്കുന്ന സിനഡിന് ശേഷവും ധിക്കരിക്കുമോ? വാർത്തകൾ വിശദമായി. This news brought you by Renovation World. രഹസ്യരേഖകൾ ചോർത്തിയ സീറോ മലബാർ സഭ ചാൻസലർ സഭാ ആസ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല. ഇദ്ദേഹത്തിനെതിരെയുള്ള നിരവധി ആരോപണങ്ങൾക്ക് സഭാ സിനഡ് ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. താമരശ്ശേരി രൂപതയിലെ ഇദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ സഭാ ട്രൈബ്യൂണൽ അന്വേഷണ വിധേയമാക്കണം. മേജർ ആർച്ച് ബിഷപ്പിന്റെ സെക്രട്ടറി, സഭാ PRO തുടങ്ങിയവരുടെ സഭാവിരുദ്ധ കൂട്ടുകെട്ടുകൾ സീറോ മലബാർ സഭയെ പ്രതിസന്ധിയിലാക്കുന്നു. ഇതെല്ലാം സഭയുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുമെന്ന് മെത്രാൻ സിനഡ് മനസ്സിലാക്കുമോ? പ്രമോഷനുകൾ കൊടുത്ത് ചാൻസലറെ ഗൾഫിലേക്കുള്ള മെത്രാൻ പദവിയിലേക്ക് ഉയർത്താൻ ശ്രമിക്കുന്നത് മേജർ ആർച്ച് ബിഷപ്പിന്റെ തന്ത്രമാണ്. മേജർ ആർച്ച് ബിഷപ്പ് സഭാവിരുദ്ധരായി നിൽക്കുന്ന ഫൊറോന വികാരിമാർക്കെതിരെ നടപടികൾ സ്വീകരിക്കാത്തത് സഭയുടെ ധാർമ്മികതയും പ്രതിച്ഛായയും നശിപ്പിക്കുന്നു. വിമത ഗുരുവായ സമവായ തലശ്ശേരി മെത്രാൻ സഭാവിരുദ്ധരായ മാഫിയ വൈദികരെയും സംരക്ഷിക്കുന്നത് അതിരൂപതയിൽ പാട്ടാണ്. സഭയോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന ഏതാനും ചില അൽമായ വിശ്വാസികൾ പോലും തൽപര ലക്ഷ്യത്തിനു വേണ്ടി അവസരത്തിനൊത്ത് ചാൻസലറോടൊത്ത് നൃത്തം ചവിട്ടുന്നതായും സൂചനകൾ. എറണാകുളം അങ്കമാലി അതിരൂപതയെ തകർക്കുന്ന സഭാ നേതൃത്വത്തെ പുറത്താക്കിയില്ലെങ്കിൽ, സഭയുടെ ഏകീകൃത കുർബാന പ്രതിസന്ധികൾ പരിഹരിച്ചില്ലെങ്കിൽ സീറോ മലബാർ സഭ സഭാവിരുദ്ധ മാഫിയ സംഘങ്ങളായി മാറുമെന്ന് വിശ്വാസികൾ. ന്യൂസ് ഡെസ്ക്, ബ്രൈറ്റ് ന്യൂസ്. This news brought you by Renovation World.